സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1600 മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ച പച്ച മരതകമാണ് മൂന്നാർ. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടല എന്നീ 3 നദികളുടെ സംഗമസ്ഥാനം എന്നതിൽ നിന്നാണ് മൂന്നാർ എന്ന പേരുണ്ടായത്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ വിസ്മയത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം. ഒരു കാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വേനൽക്കാല വസതിയായിരുന്നു മൂന്നാർ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജോൺ ഡാനിയൽ മൺറോ എന്ന യൂറോപ്യനാണ് ഇവിടുത്തെ തേയില കൃഷിക്ക് അടിത്തറയിട്ടത്. ഇന്നും ആ പഴയ പ്രൗഢി വിളിച്ചോതുന്ന ബംഗ്ലാവുകളും ചായത്തോട്ടങ്ങളും മൂന്നാറിന്റെ അടയാളങ്ങളാണ്. വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി തഹർ അഥവാ വരയാടുകളുടെ ആവാസ കേന്ദ്രമാണ് ഇരവികുളം. 12 വർഷത്തിലൊരിക്കൽ നീലപ്പട്ടുടുക്കുന്ന നീലക്കുറിഞ്ഞികൾ ഈ മലനിരകളെ സ്വപ്ന തുല്യമാക്കുന്നു. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി ഇവിടെയാണ് തലയുയർത്തി നിൽക്കുന്നത്. ആകാശം തൊട്ടു നിൽക്കുന്ന മലനിരകൾക്ക് നടുവിൽ ശാന്തമായി ഒഴുകുന്ന മാറ്റുപ്പെട്ടി തടാകം. ബോട്ടിങ്ങിനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഇതിലും നല്ലൊരിടമില്ല. തൊട്ടടുത്തുള്ള ഇക്കോ പോയിന്റിൽ നിങ്ങളുടെ ശബ്ദം പ്രകൃതി ഏറ്റുചൊല്ലുന്നത് കേൾക്കാം. ഒരു കപ്പ് ചായയുടെ പിന്നിലെ അധ്വാനത്തിന്റെ കഥ പറയുന്ന ഇടമാണ് ടാറ്റ ടീ മ്യൂസിയം. തേയില ഉൽപാദനത്തിന്റെ ഓരോ ഘട്ടവും ഇവിടെ നേരിട്ട് കാണാം. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കുളിർമയാണ് മൂന്നാറിന്റെ ജീവൻ. മഞ്ഞും മഴയും ഇട്ടകലരുന്ന ഇവിടെ വൈകുന്നേരങ്ങളിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ചായയുടെയും മണം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കും. ഹോം സ്റ്റേകളും റിസോർട്ടുകളും സഞ്ചാരികൾക്ക് നാടൻ ഭക്ഷണത്തിന്റെ രുചിയും മലയോര ജീവിതത്തിന്റെ ലാളിത്യവും സമ്മാനിക്കുന്നു. മൂന്നാർ വെറുമൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, അത് പ്രകൃതിയോടുള്ളൊരു പ്രണയമാണ്. തിരക്കു പിടിച്ച ലോകത്തു നിന്നും മാറി പച്ചപ്പിന്റെയും മഞ്ഞിന്റെയും മടിത്തട്ടിൽ ഒരല്പനേരം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്